നവകാലഘട്ട രാഷ്ട്രീയത്തിൽ സൈബർ പോരാളികൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. സ്വന്തം പാർട്ടിയുടെ ഭരണ നേട്ടവും സ്വന്തം പാർട്ടിയെ സൈബർ ഇടങ്ങളിൽ പുകഴ്ത്തുവാനും തങ്ങൾക്കെതിരായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ സൈബർ പോരാളികളെ അയച്ച ഇല്ലായ്മ ചെയ്യുവാനുമൊക്കെ കാര്യമായ രീതിയിൽ സാമൂഹ്യ പ്രവർത്തനത്തോടൊപ്പം സൈബർ പ്രവർത്തനവും നടത്തുന്നവർ തന്നെയാണ് നവകാലഘട്ട രാഷ്ട്രീയത്തിലുള്ള ഇന്നത്തെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാരെല്ലാം. അവർക്കെല്ലാം ഒരു സൈബർ ടീമും സൈബർ വിങ്ങും ഒക്കെ ഉണ്ട്. ഒരു കാലഘട്ടത്തിൽ പാർട്ടിക്കുള്ളിൽ സംസ്ഥാന നേതൃത്വത്തിൽ നിൽക്കുന്ന സെക്രട്ടറിയോ പ്രസിഡന്റോ അവർക്ക് കീഴെയുള്ള ജനറൽ സെക്രട്ടറിമാരോ വൈസ് പ്രസിഡന്റുമാരോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സൈബർ വിങ്ങിനും പ്രത്യേക തസ്തികകൾ ആരംഭിച്ച് അവിടെയും പ്രധാനപ്പെട്ട സൈബർ ഇടങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെ ആ സ്ഥാനത്തേക്ക് ഇരുത്തുന്ന ഒരു രീതിയും നയവും ഒക്കെ എല്ലാ പാർട്ടിയിലുമുണ്ട്. ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയിലാണ് സൈബർ പോരാട്ടങ്ങൾ വളരെ ശക്തമായി വളരെ കൃത്യമായി മുൻപോട്ട് പോകുന്ന ഒരു പാർട്ടി. നിലവിലത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ പാർട്ടിക്കെതിരായി നിൽക്കുന്ന ആശയമുന്നയിക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ ആശയമുന്നയിക്കുന്ന നേതാക്കന്മാർ, ആശയമുന്നയിക്കുന്ന മറ്റേതെങ്കിലും മേഖലകൾ, അവയ്ക്കെതിരെ എല്ലാം സൈബർ ഇടങ്ങളിൽ കടുത്ത പോര് തന്നെ നടക്കുകയാണ്. RSSനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ബി ജെ പി നിലവിൽ എമ്പുരാൻ പോലും അതിനൊരു പ്രത്യേക ഉദാഹരണം തന്നെയാണ്. അത്തരത്തിൽ വളരെ ശക്തമാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ്. സോഷ്യൽ മീഡിയയിൽ പറയുന്നതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളും കേരളത്തിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന് പുറത്താണ് സ്വന്തം വികസന നേട്ടങ്ങളും അല്ലെങ്കിൽ എതിർ പാർട്ടിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെല്ലാം സൈബർ ഇടങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. പലരെയും രൂക്ഷമായി ആക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള സൈബർ നിയമങ്ങളും ശക്തമായത് ഇത്തരത്തിൽ സൈബർ പോരുകൾ വർദ്ധിച്ചതുകൊണ്ട് തന്നെയാണ്. ഇനി ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ ആൾബലം കൊണ്ട് സൈബർ ഇടങ്ങൾ അടക്കി വരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPM തന്നെയാണ്. ക്യാപ്സൂളുകളും ഒപ്പം സൈബർ പോരാളികളും ശക്തമായി നിൽക്കുന്ന CPM തങ്ങൾക്കെതിരായി ശബ്ദമുയർത്തുന്നവരെ എല്ലാം സൈബർ ഇടങ്ങളിൽ വധിക്കുവാൻ വേണ്ടിയുള്ള പടയാളികളെ തയ്യാറാക്കി നിർത്തിയിട്ട് തന്നെയുണ്ട്. ബി ജെ പിയെയും CPMനെയും കോൺഗ്രസിനെയും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ദുർബലമായ സൈബർ ഇടമുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസിൻ്റെ സൈബർ നേതാക്കന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ സൈബർ ഇടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃനിരയിൽ ഇരുന്നാൽ ഉടനടി തന്നെ അവർ പാർട്ടി വിട്ടു പോകും. ഏറ്റവും ആദ്യം സൈബർ ഇടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി നിന്നിരുന്നത് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ആയിരുന്നു. സൈബർ ഇടങ്ങൾ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അനിൽ ആന്റണി BJPയിലേക്ക് ചേക്കേറുന്നു. അങ്ങനെ ആദ്യത്തെ സൈബർ നേതാവ് BJPക്കാരനാകുന്നു. രണ്ടാമത് ഡോക്ടർ സരിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. ഒറ്റപ്പാലത്ത് കോൺഗ്രസ് സീറ്റ് നൽകി മത്സരിപ്പിച്ച പരാജയപ്പെട്ടു പോയ ഡോക്ടർ സരിനെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയിലേക്ക് കൊണ്ടുവരണമെന്ന കോൺഗ്രസിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വിദ്യാഭ്യാസ യോഗ്യനായ ഡോക്ടർ സരിനെ ആ ഡിജിറ്റൽ മീഡിയ വിങ്ങിൻ്റെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് അദ്ദേഹവും LDFിലേക്ക് പോകുന്നു. അങ്ങനെ സൈബർ ഇടങ്ങളിൽ വരുന്ന നേതാക്കന്മാരെല്ലാം മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായപ്പോൾ ഇനി അവിടേക്ക് ആരെ കൊണ്ടുവരണമെന്ന ചോദ്യം കോൺഗ്രസിൽ ശക്തമായി നിന്നു. സൈബർ ഇടം നിയന്ത്രിക്കുവാൻ ആളില്ലാത്തത് കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സൈബർ പോരാളികൾ കുറച്ച് ദുർബലപ്പെട്ടു തന്നെ നിൽക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലെ സൈബർ പോരാട്ടം വെച്ച് പരിശോധിക്കുമ്പോൾ കോൺഗ്രസിൽ മോശമല്ലാത്ത രീതിയിലുള്ള ഉയർത്തെഴുന്നേൽപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു നേതൃനിരയിൽ ഇരിക്കുന്ന നേതാവ് നിയന്ത്രിച്ചുകൊണ്ടല്ല. കോൺഗ്രസിൽ സൈബറിടങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തകർ അത്തരത്തിൽ ആ സൈബറിടങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് കണക്കുകളും അവിടെ നിന്ന് വരുന്ന ഫാക്റ്റുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ ഇപ്പോൾ ഡോക്ടർ സരിൻ ഇല്ലാത്ത പക്ഷം അവിടെ 5 മാസമായി ആ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. നിലവിൽ VT ബൽറാമാണ് ആ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ചെയർമാനായിട്ടുള്ളത്. ഈ ഡോക്ടർ സരിൻ്റെ സ്ഥാനത്തേക്ക് ഇനി ആര് വരുമെന്ന ചോദ്യത്തിന് കൃത്യമായൊരു മറുപടിയിലേക്ക് കോൺഗ്രസ് എത്താൻ പോവുകയാണത് മറ്റാരുമല്ല, BJPയുടെ സൈബർ ഇടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിരുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദമായിരുന്ന, കൃത്യമായി സൈബർ ഇടങ്ങൾ ഉപയോഗിച്ചിരുന്ന, ഇപ്പോൾ കോൺഗ്രസ് പക്ഷത്തേക്ക് എത്തിയപ്പോഴും സൈബർ ഇടങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവായി നിലവിൽ മുൻനിരയിൽ നിൽക്കുന്ന സന്ദീപ് വാര്യരാണ് ഇനി ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുവാൻ പോകുന്നത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ സരിന് ശേഷം 5 മാസമായും നിശ്ചലപ്പെട്ട് കിടക്കുന്ന ഡിജിറ്റൽ മീഡിയ സെല്ലിലേക്ക് സന്ദീപ് വാര്യർ എത്തുന്നു. നിലവിൽ ഡിജിറ്റൽ മീഡിയ സെല്ലിലുള്ളവരെല്ലാം മറ്റു പാർട്ടിയിലേക്ക് പോകുമ്പോൾ മറ്റു പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യരെ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ അധ്യക്ഷനാക്കുവാനുള്ള കോൺഗ്രസ് തീരുമാനത്തെ മുൻനിര നിർത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു യോഗം KPCCയിൽ വിളിച്ചു കൂട്ടിയത്. അവിടെ കേരളത്തിൻ്റെ AICC ചുമതലയുള്ള ദീപാദാസ് മുൻഷി അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പങ്കെടുത്തു. ഇപ്പോഴുള്ള സൈബർ ഇടങ്ങളിലെ ദുർബലാവസ്ഥ മാറ്റിക്കൊണ്ട് അവിടേക്ക് പ്രധാനപ്പെട്ട നേതാവിന് നേതൃത്വം നൽകി ശക്തമായ രീതിയിൽ സൈബർ ഇടങ്ങൾ പുഷ്ടിപ്പെടുത്തുവാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെയും തീരുമാനം. ആ തീരുമാനം വളരെ പ്രധാനമായി കണ്ട് എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്തേക്ക് ഒരു നേതാവിനെ കൊണ്ടുവരണമെന്ന തീരുമാനം വളരെ ശക്തമായ രീതിയിൽ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് സൈബർ ഇടങ്ങളും കൃത്യമായ രീതിയിൽ പുള്ള് ചെയ്ത് കൊണ്ടുപോകേണ്ട
ആവശ്യകത ഉള്ളതുകൊണ്ട് തന്നെ സൈബറിടത്തേക്ക് സന്ദീപ് വാര്യരെ പരിഗണിച്ച ശക്തമായ രീതിയിൽ മുൻപോട്ട് പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. നിലവിൽ KPCCക്കുള്ളിൽ വലിയ സ്റ്റുഡിയോ സംവിധാനം ഡിജിറ്റൽ മീഡിയ സെല്ലിന് വേണ്ടിയുണ്ട്. പക്ഷേ നാഥനില്ല. ആ നാഥൻ എന്ന സ്ഥാനത്തേക്കാണ് സന്ദീപ് വാര്യർ വരാൻ പോകുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കൂടാതെ മലപ്പുറവും എറണാകുളവും മാത്രമാണ് കോൺഗ്രസിൻ്റെ ജില്ലാതലത്തിലുള്ള മീഡിയ സെല്ലുകളിൽ ശക്തമായ രീതിയിൽ പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്നത്. അതല്ലാതെ ഷാഫി പറമ്പലിനെ പോലെ, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ, KC വേണുഗോപാലിനെ പോലെ വ്യക്തിഗതമായ ഓരോ നേതാക്കന്മാർക്കുമുള്ള ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്ന, യൂട്യൂബ് കൈകാര്യം ചെയ്യുന്ന, സോഷ്യൽ മീഡിയകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ടീം മാത്രമേ ഉള്ളൂ. അതല്ലാതെ പാർട്ടി നേതൃത്വത്തെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു ഡിജിറ്റൽ മീഡിയ സെൽ ഇല്ല. അതിന് കൃത്യമായൊരു നേതൃത്വം ഉണ്ടാകണമെന്ന തീരുമാനത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ സന്ദീപ് വാര്യർ എത്തുന്നത്.